Hello, welcome back to Kama Academy. This is Kaveri. So, നമ്മൾ RRB NTPC PYQ QA സീരീസിന്റെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. A ladder is leaning against a wall such that it makes an angle of 60 degree with the ground. If the length of the ladder is 10 meters, how far is the foot of the ladder from the wall? അതായത് ഒരു ലാഡർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വാളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചരിച്ച് വച്ചിട്ടുണ്ട്. സോ നമുക്ക് അതൊന്ന് വരച്ചു നോക്കാം. സോറി. സോ ഇതാണ് വോൾ എന്ന് വിചാരിക്കുക. ഓക്കെ, സോറി, ഇതാണ് വോൾ എന്ന് പറയുന്നത്. വോൾ ഇതിപ്പം പെർപെൻഡിക്കുലർ ആയിട്ടാണ് കേട്ടോ വരേണ്ടത്. പക്ഷെ ഞാൻ വരച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് മാറി ചരിഞ്ഞു പോയി. സോ ഇതാണ് വാൾ എന്ന് പറയുന്നത്. വാളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വാളിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇതിപ്പോ നമ്മുടെ ഫ്ലോർ ആണെന്ന് വെക്കുക. ഓക്കെ, ഇത് നമ്മുടെ നിലമാണെന്ന് വെക്കുക. ഇത് 90 ഡിഗ്രി ആണല്ലോ, വാളും ഫ്ലോറും തമ്മിലുള്ള ഡിഗ്രി 90 ഡിഗ്രി ആണല്ലോ. സോ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലാഡർ ഇങ്ങനെ ചരിച്ച് വച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വച്ചിട്ടുണ്ട്. ഈ ലാഡറിന്റെ ലെങ്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 10 മീറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനെന്താണ് ലാഡർ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ടുമായിട്ട് ഒരു 60 ഡിഗ്രി ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ലാഡർ ഗ്രൗണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാണ്, ഇതല്ലേ. സോ ഈ ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഹൗ ഫാർ ഈസ് ദ ഫൂട്ട് ഓഫ് ദ ലാഡർ ഫ്രം ദ വാൾ. വാളിൽ നിന്ന് ലാഡറിന്റെ ഫൂട്ട് എത്ര മീറ്റർ അകലെയാണ്, അതായത് ഏത് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്, ഇതാ ഈ ലെങ്ത്. ഇതല്ലേ വാള്, ഇത് ലാഡറിന്റെ ഫുട്ട്. സോ ഈ ലെങ്ത് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ലെങ്ത് എത്രയാണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം എന്താണ് ഈ ട്രയാങ്കിൾ. ഇപ്പോൾ നമുക്ക് ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഈ ട്രയാങ്കിൾ എന്താണ്, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലെ. ഈ ABC എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇതിൽ BC എന്ന് പറയുന്ന ലെങ്ത് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് BC വരുന്ന ലെങ്ത് എത്രയാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, കോസ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ഓഫ് തീറ്റ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. സോ കോസ് 60 എന്ത് വരും, കോസ് 60 എത്ര, അഡ്ജസന്റ് സൈഡ് ഏതാണ്, BC ആണ്. സോ BC ബൈ ഹൈപ്പോട്ന്യൂസ് AC. നമുക്കറിയാം കോസ് 60യുടെ വാല്യൂ 1/2 ആണ്. സോ 1/2 is equal to BC ബൈ ACയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 10 ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് 2BC ഈക്വൽസ് 10 എന്ന് വരും. സോ BC is equals to 5 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ എന്താണ് ഫ്ലോർ തൊട്ട് അല്ലെങ്കിൽ വോള് തൊട്ട് ലാഡറിന്റെ ഫൂട്ട് വരെയുള്ള ലെങ്ത് എത്രയാണ്, 5 മീറ്റേഴ്സ് ആണ്. ഓക്കെ, സോ ലെങ്ത് നമുക്ക് കിട്ടി 5 മീറ്റർ ആണെന്ന് കിട്ടി. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സം ഓഫ് 6 നമ്പേഴ്സ് ഈസ് 288. ഫൈൻഡ് ദയർ ആവറേജ് അല്ലേ. 6 നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 6 നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 288 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആവറേജ് എന്ന് പറയുന്നത് സം ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇവിടെ സമ്മ് 288 തന്നിട്ടുണ്ട്. എത്ര ഒബ്സർവേഷൻ ഉണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ട്, 6 നമ്പേഴ്സ് ഉണ്ട്. സോ n എന്ന് പറയുന്നത് 6. സോ എത്ര വരും, ആവറേജ് 48 എന്ന് വരും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 48. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 numbers are in the ratio 5:1:7 and their LCM is 7595. their HCF അതായത് 3 നമ്പേഴ്സ്
എ ബി സി എന്ന് പറയുന്ന 3 നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:1:7 ആണ്. ഇനി ആ നമ്പേഴ്സിന്റെ LCM തന്നിട്ടുണ്ട്. LCM എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 7595. അങ്ങനെയാണെങ്കിൽ അവരുടെ HCF എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം LCM അതുപോലെ തന്നെ നമ്പേഴ്സിന്റെ റേഷ്യോയും X:Y:Z എന്ന് തന്നു കഴിഞ്ഞാൽ HCF എന്ന് LCM ഉം HCF ഉം തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? LCM is equal to HCF into X into Y into Z. ഓക്കെ, ഇതാണ് റിലേഷൻ എന്ന് പറയുന്നത്. സോ LCM എന്ന് പറയുന്നത് 7595 എന്ന് തന്നിട്ടുണ്ട്. HCF നമുക്കറിയില്ല, സോ നമ്മൾ H എന്ന് കൊടുത്തു. XYZ നമുക്കറിയാം, ഏതാണ്? 517. സോ 5 into 1 into 7. സോ H is equal to എന്തെന്ന് വരും? HCF is equal to 7595 by 5 into 7. ഓക്കെ, ഫൈവ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ 217. സോ HCF നമുക്ക് എത്ര കിട്ടി? 217 എന്ന് കിട്ടി. സോ ഇത് സി ആണ് കേട്ടോ, ഓപ്ഷൻ സി 217 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The ratio of the market price of jowar and gram is 2:5 and the ratio of quantities consumed in a family is 4:7. Find the ratio of expenditure of jowar and gram. അല്ലേ? So market price in the ratio jowar and gram, ഈ രണ്ട് ഫുഡ് ഗ്രെയിൻസിന്റെ അല്ലെങ്കിൽ ഫുഡിന്റെ പ്രൈസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 2:5. ഓക്കെ, ആൻഡ് ഇവരുടെ എന്താണ്? ഒരു ഫാമിലി കൺസ്യൂം ചെയ്യുന്നതിന്റെ റേഷ്യോ 4:7 എന്ന് തന്നിട്ടുണ്ട്. സോ പ്രൈസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, കൺസ്യൂം ചെയ്യുന്നതിന്റെ റേഷ്യോയും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എക്സ്പെൻഡിച്ചർ, ആ ഫാമിലിക്ക് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ ആണ്. നമുക്കറിയാം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ്, അല്ലെ? പ്രൈസ് ഇൻറ്റു കൺസംഷൻ. സോ ഇവിടെ പ്രൈസിന്റെ റേഷ്യോ 2:5 തന്നിട്ടുണ്ട്, കൺസംഷന്റെ റേഷ്യോ 4:7 എന്ന് തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്താൽ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ പ്രൈസ് ഇൻറ്റു കൺസംഷൻ ചെയ്താൽ മതി. 2 into 4 എന്ന് പറയുന്നത് 8 ആണ്. 5 into 7 എന്ന് പറയുന്നത് 35 ആണ്. കോമൺ ആയിട്ട് നമുക്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല, ക്യാൻസൽ ചെയ്ത് കളയാൻ. സോ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 8:35 ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ വോളിയം ഓഫ് എ ക്യൂബ് ഈച്ച് ഓഫ് ഹൂസ് എഡ്ജസ് ഈസ് 25 സെന്റിമീറ്റർ. അല്ലേ? ഒരു ക്യൂബ് ഉണ്ട്, ആ ക്യൂബിൽ ഓരോ എഡ്ജിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ഓരോ എഡ്ജിന്റെയും ലെങ്ത് 25 സെന്റിമീറ്റർ ആണ്. അങ്ങനെയുള്ള ഒരു ക്യൂബിന്റെ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ക്യൂബ് ആണ്. ഓക്കെ, വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ക്യൂബ് ആണ്. സോ വോളിയം എന്ന് പറയുന്നത് 25 ക്യൂബ് വരും. നമുക്കറിയാം 25ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 15625 ആണ്. സോ ഈ 25 സെന്റിമീറ്റർ വീതം ലെങ്ത് ഉള്ള ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് 15625 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 83, എ ബി ഈസ് ഈക്വൽ ടു 6 ആൻഡ് എ ഗ്രേറ്റർ ദാൻ ബി, ഫൈൻഡ് എ മൈനസ് ബി ബൈ എ പ്ലസ് ബി. അല്ലേ? എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ തന്നിട്ടുണ്ട്, എത്രയെന്ന്? 83. അതുപോലെ എ ബി തന്നിട്ടുണ്ട്, എ ബി ഈസ് ഈക്വൽ ടു 6. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ മൈനസ് ബി ബൈ എ പ്ലസ് ബി. പിന്നെ തന്നിരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നും തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം, നമുക്ക് എ മൈനസ് ബി ബൈ എ പ്ലസ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കൊരു ഇക്വേഷൻ അറിയാം, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 83 മൈനസ് 2 into എ ബി തന്നിട്ടുണ്ട് 6. സോ 83 മൈനസ് 12 എത്രയാണ്? 71.
ഇനി വേറൊരു ഇക്വേഷനും കൂടെ നമുക്കറിയാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് 83 എന്നറിയാം. എ ബി 6 ആണ്. സോ 2ab എന്ന് പറയുന്നത് 12. സോ 83 പ്ലസ് 12 എത്രയാണ്? 95. ഓക്കെ. സോ നമുക്കിവിടെ എ മൈനസ് ബി ബൈ എ പ്ലസ് ബി ആണ്. നമുക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ 71 എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എ മൈനസ് ബി എത്രയെന്ന് എഴുതാം? √71 എന്ന് എഴുതാം. അതുപോലെ തന്നെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ 95 എന്ന് കിട്ടി. അതിൽ നമുക്ക് എ പ്ലസ് ബി എന്ന് പറയുന്നത് √95 എന്ന് എഴുതാം. സോ നമുക്ക് എ മൈനസ് ബി ബൈ എ പ്ലസ് ബി എന്ത് വരും? √71 ബൈ √95, അതായത് √71 ബൈ 95. ഏതാണ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Due to decrease in manpower, the production in a factory decreases by 20%. By what percentage should the working hours be increased to restore the original production? അതായത് മാൻ പവറിന്റെ കുറവ് കാരണം പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? ഒരു ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ 20% കുറഞ്ഞു. അതായത് നേരത്തെ ഉള്ള പ്രൊഡക്ഷൻ 100 ആണെങ്കിൽ 20% കുറഞ്ഞ് എത്രയായി? 80 ആയി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ പ്രൊഡക്ഷൻ അതേപോലെ നിർത്താൻ, പ്രൊഡക്ഷന്റെ ക്വാണ്ടിറ്റി അതേപോലെ നിർത്താൻ നമുക്ക് വർക്കിംഗ് അവേഴ്സ് എത്ര കൂട്ടാം? മാൻ പവർ കുറഞ്ഞല്ലോ. സോ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എങ്ങനെ വർക്കിംഗ് അവേഴ്സ് എത്ര കൂട്ടാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്താണ് ഇവിടെ പ്രൊഡക്ഷൻ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം അല്ലേ? പ്രൊഡക്ഷൻ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. പക്ഷെ എന്ത് ചെയ്തു? മാൻ പവർ 100ൽ നിന്ന് 80 ആയി, 20% കുറഞ്ഞ് 80 ആയി. അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് അവേഴ്സ് എത്ര പെർസെൻറ്റേജ് കൂട്ടണം എന്നാണ്. സോ അതിനെന്താണ്? പ്രൊഡക്ഷൻ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ, മാൻ പവർ 100ൽ നിന്ന് 80 ആയെങ്കിൽ വർക്കിംഗ് അവേഴ്സ് ഏത് രീതിയിൽ കൂടണം? 80 ആയിട്ടുള്ളത് 100 ആയിട്ട് മാറണം. അതായത് ഇതിനെ നേരെ തിരിച്ചിടണം. ഇതിനെ നേരെ തിരിച്ച് 100 80 ആയെങ്കിൽ, മാൻ പവർ 100 80 ആയെങ്കിൽ വർക്കിംഗ് അവേഴ്സ് 80 എന്ന് പറയുന്നത് 100 എന്ന രീതിയിലേക്ക്, ആ ഒരു രീതിയിലേക്ക് മാറണം. അതായത് എത്ര കൂടി? 80 100 എന്ന് പറയുമ്പോൾ 20 കൂടി. ഓക്കെ. അപ്പൊ വർക്കിംഗ് അവേഴ്സ് എത്ര പെർസെൻറ്റേജ് കൂടണം? 80 ആയിരുന്നത് 100 ആയി. അതായത് എത്ര കൂടി? 20 കൂടി. എത്രയെന്നാ കൂടിയത്? 80 നിന്നാണ്. 80 നിന്നാണ് 100 ആയത് അല്ലേ? സോ 80 നിന്നാണ് കൂടിയത്. നമുക്ക് പെർസെൻറ്റേജ് ആണ് വർക്കിംഗ് അവേഴ്സിന്റെ കാണേണ്ടത്. സോ ഇൻറ്റു 100 എത്ര വരും? വർക്കിംഗ് അവേഴ്സ് 25% നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് 25% കൂട്ടണം. സോ ആൻസർ എന്ന് പറയുന്നത് 25%, ഓപ്ഷൻ ഡി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദ 8-digit നമ്പർ 32043P88 is divisible by 4, then the maximum value of P. അതായത് ഒരു നമ്പർ തന്നിട്ടുണ്ട് അല്ലേ? 320433P88. ഒരു ഡിജിറ്റ്, ഈ ഒരു നമ്പറിൽ ഒരു ഡിജിറ്റ് മിസ്സിംഗ് ആണ്. സോ ആ മിസ്സിംഗ് ആയ നമ്പറിന് നമ്മൾ പി എന്ന് കൊടുത്തു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഈ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഈ ഇവിടെ വരാൻ പറ്റുന്ന, പിയുടെ അവിടെ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡിജിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ്? നമുക്ക് പിയുടെ അവിടെ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡിജിറ്റ് കണ്ടുപിടിക്കണം. ബട്ട് സ്റ്റിൽ അപ്പോഴും ഈ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു നമ്പർ കണ്ടുപിടിക്കണം. ഒരു നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഒരു നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ്, അതായത് യൂണിറ്റ് ഡിജിറ്റും 10 ഡിജിറ്റും അത് ഒരുമിച്ച് വരുന്ന ഡിജിറ്റ്സ്, അതായത് ലാസ്റ്റ് 2 ഡിജിറ്റ്, ഈ നമ്പറിൽ 88, ആ ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. എന്താണ്? 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഈ നമ്പറിലെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 88. ആ 88 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? ആണല്ലേ? 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ എന്താണ്? ഈ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ എന്താണ്? ഇവിടെ ഈ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് മാത്രം 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഹോൾ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ നമുക്ക് പിക്ക് ഏത് വാല്യൂ വേണമെങ്കിലും വരാം. പിയുടെ അവിടെ 1 വന്നാൽ എന്താണ്? നമ്മൾ 4 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4 കൊണ്ട് ഡിവിസിബിൾ ആയാൽ മതി. ഇവിടെ 1 വന്നാലും ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 88 അല്ലേ? സോ അപ്പോഴും 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. 2 വന്നാലും
ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 88 ആണ്, 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ഹോൾ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി പിയുടെ അവിടെ 7 വന്നാലും ലാസ്റ്റ് 2 ഡിജിറ്റ് സ്റ്റിൽ അപ്പോഴും 88 ആണ്. അതായത് അപ്പോഴും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ പിക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ്? പിയുടെ അവിടെ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ 9 ആണല്ലേ. നമുക്കറിയാം ഡിജിറ്റ്സിലെ ഏറ്റവും വലിയ ഡിജിറ്റ് എന്ന് പറയുന്നത് 9 ആണ്. സോ സ്റ്റിൽ ഇവിടെ 9 വന്നാലും ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 88 ആണ്. സോ സ്റ്റിൽ അപ്പോഴും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ഹോൾ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ നമുക്ക് പിയുടെ അവിടെ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. സോ പിക്ക് 9 വരാം. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 9. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വിൽ എ സം ഓഫ് റുപ്പീസ് 60,000 ബിക്കം ആഫ്റ്റർ 1 ഇയർ ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി അറ്റ് 80% പെർ ആനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, അതായത് 60,000 രൂപ എന്ത് ചെയ്യുന്നു? 80% പെർ ആനം, വർഷത്തിൽ 18% വെച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോകുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമ്പൗണ്ട് ചെയ്യുന്നത് ഹാഫ് ഇയർലി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 60,000 രൂപ ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപയാകും എന്നുള്ളതാണ് ചോദ്യം. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ഹോംവർക്ക് ചെയ്യുക, ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.